ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഈസി വിന്നിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഒരു പേഴ്സന്റെ ടാക്സബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരു പേഴ്സൺ ഇന്ത്യക്കകത്ത് ഇന്ത്യ ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കണോ വേണ്ടയോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നത്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത്. ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിസിലാണ് ഒരു പേഴ്സൺ ഇന്ത്യ ഗവൺമെന്റിന് ഇൻകം ടാക്സ് പേ ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പും ആയിട്ട് നമ്മൾ ബന്ധപ്പെടുത്തരുത്. സിറ്റിസൺഷിപ്പും റെസിഡൻഷ്യൽ സ്റ്റാറ്റസും സെയിം അല്ല. സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഒരു രാജ്യത്തെ സിറ്റിസൺ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെഷർമെന്റ് ആണ്. ബട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാള്, an individual being an Indian citizen may not be a resident. ഒരു ഇന്ത്യൻ റെസിഡന്റ് ആയിക്കോണമെന്ന് നിർബന്ധമില്ല. ഒരു ഇന്ത്യൻ സിറ്റിസൺ ചിലപ്പോൾ എബ്രോഡ് ആയിരിക്കാൻ താമസിക്കുന്നുണ്ടാവുക. അപ്പൊ അയാൾ എന്തായിട്ട് മാറും? നോൺ റെസിഡന്റ് ആയിട്ട് മാറും. അപ്പൊ ഈ സിറ്റിസൺഷിപ്പും റെസിഡന്റും എന്തല്ല, സെയിം അല്ല. അതുപോലെ തന്നെ ഒരു ഫോറിൻ സിറ്റിസൺ ചിലപ്പോൾ ഇന്ത്യക്കകത്ത് വന്ന് താമസിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അയാൾ എന്തായിട്ട് മാറും? റെസിഡന്റ് ആയിട്ട് മാറും. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെവിടെ സ്റ്റേ ചെയ്യുന്നു, ഇന്ത്യക്കകത്ത് സ്റ്റേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോ ഏത് സിറ്റിസൺഷിപ്പ് ആണ് എന്നുള്ളത് ഇവിടെ എന്തല്ല, ഒരു മാറ്റർ അല്ല. സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പ്യുവർലി ബേസ്ഡ് ഓൺ ദ റെസിഡൻസ് ഓഫ് ദി പർട്ടിക്കുലർ പേഴ്സൺ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വി കൻ ക്ലാസിഫൈ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻ ടു 3. ഫസ്റ്റ് വൺ ഓർഡിനറി റെസിഡന്റ്, സെക്കൻഡ് വൺ നോട്ട് ഓർഡിനറി റെസിഡന്റ്, തേർഡ് വൺ നോൺ റെസിഡന്റ്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇയാൾ ഏത് കാറ്റഗറിയിൽ, ഈ പറയുന്ന ഏത് കാറ്റഗറിയിൽ വരും എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് രണ്ട് കണ്ടീഷൻസ് നമുക്ക് നോക്കണം. ഒരു ബേസിക് കണ്ടീഷനും പിന്നെ അഡീഷണൽ കണ്ടീഷനും. ഈ രണ്ട് കണ്ടീഷൻസിന്റെ ബേസിസിലാണ് ഏത് കാറ്റഗറിയിലാണ് ഇവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വരുന്നത് എന്ന് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക. ഓക്കെ, ബേസിക് കണ്ടീഷൻ രണ്ടെണ്ണം ഉണ്ട്. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ വന്നിട്ട് stay in India for a year 182 days or more. അതായത് പ്രീവിയസ് ഇയറിൽ, നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23-24 ആണ്. ഈ 23-24 എന്ന് പറയുന്ന പ്രീവിയസ് ഇയറിൽ ഒരു പേഴ്സൺ 182 days or more ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാം. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ എന്താ നോക്കാം. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രീവിയസ് ഇയറിൽ 60 days or more, പ്രീവിയസ് ഇയറിൽ 60 days or more ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ പ്രീവിയസ് ഇയറിന്റെ തൊട്ട് പുറകിലുള്ള 4 preceding previous years, ഇതിന്റെ തൊട്ട് പുറകിലുള്ള 4 preceding previous years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വരും? 22, 23 വരും, then 21, 22 വരും, then 20, 21 വരും, then 90, 20 വരും അല്ലെ? 90, 20, 20, 21, 21, 22, 22, 23. ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയറിന്റെ തൊട്ട് പുറകിലുള്ള 4 preceding previous years എന്ന് പറയുന്നത്. ഇതിലെ അഗ്രിഗേറ്റ് ഇയാള് 365 days or more ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, 60 days or more in the previous year and 365 days or more in the 4 preceding previous year of the current previous year. ഈ കറണ്ട് പ്രീവിയസ് ഇയറിന്റെ തൊട്ട് പുറകിൽ കിടക്കുന്ന 4 പ്രീവിയസ് ഇയറിൽ ഇയാൾ അഗ്രിഗേറ്റ്, അത് ചിലപ്പോ ഈ പ്രീവിയസ് ഇയറിൽ 100, ഈ പ്രീവിയസ് ഇയറിൽ 100, ഇതിൽ 100, ദെൻ ഇതിൽ 65, ഇങ്ങനെ ആയിരിക്കാം. ഇത് 4 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 365 വരും അല്ലെ? 100 plus 65 ഇങ്ങനെ ആയിരിക്കാം. ഇതെങ്ങനെ വേണമെങ്കിലും ആവാം. അഗ്രിഗേറ്റ് ഫോർ പ്രിസീഡിംഗ് പ്രീവിയസ് ഇയർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 365 കിട്ടണം. അപ്പൊ ഇത് രണ്ടും കൂടി ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ഒരു സംഭവമാണ് നമ്മുടെ അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ 2 out of 10 years preceding the previous year, അതായത് റെലവന്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേ ഉള്ള റെലവന്റ് പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ
23-24. ഈ 23-24ന് തൊട്ട് പുറകിലുള്ള 10 പ്രീവിയസ് ഇയറുകൾ എടുക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ 10 പ്രീവിയസ് ഇയറുകൾ എടുക്കുകയാണെങ്കിൽ മിനിമം 2 വർഷമെങ്കിലും അയാൾ എന്തായിരിക്കണം, ഇവിടെ റെസിഡന്റ് ആയിരിക്കണം. ഇപ്പൊ ഈ വർഷം അയാൾ റെസിഡന്റ് ആണ്, ഈ പ്രീവിയസ് ഇയറിൽ അയാൾ റെസിഡന്റ് ആണ്, ബാക്കി 8 ഇയേഴ്സിലും അയാള് നോൺ റെസിഡന്റ് ആണ് വിചാരിക്കുക, നോ പ്രോബ്ലം. ഈ കറണ്ട് പ്രീവിയസ് ഇയറിന്റെ തൊട്ട് പുറകിൽ കിടക്കുന്ന 10 പ്രീവിയസ് ഇയേഴ്സ് എടുക്കുമ്പോൾ അയാൾ എന്തായിരിക്കണം, ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കണം. സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ 7 പ്രിസീഡിംഗ് പ്രീവിയസ് ഇയർ എടുക്കുക. അതായത് റെലവന്റ് പ്രീവിയസ് ഇയറിന്റെ, ഇപ്പോഴുള്ള കറണ്ട് പ്രീവിയസ് ഇയറിന്റെ 7 പ്രിസീഡിംഗ് പ്രീവിയസ് ഇയർ എടുക്കുക. ഇതിന്റെ പുറകിൽ കിടക്കുന്ന 7 പ്രിസീഡിംഗ് പ്രീവിയസ് ഇയേഴ്സ് 1, 2, 3, 4, 5, 6, 7 ഇതാണ് 7 പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഓരോന്നും ഓരോ പ്രീവിയസ് ഇയറുകളാണ്. ഈ 7 പ്രിസീഡിംഗ് പ്രീവിയസ് ഇയർ എടുക്കുമ്പോൾ അഗ്രഗേറ്റ് 730 ഡേയ്സ് ഓർ മോർ ഇയാള് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ബേസിക് കണ്ടീഷൻ 2 എണ്ണം, അഡീഷണൽ കണ്ടീഷൻ 2 എണ്ണം എല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പറയുക എന്ന് നോക്കാം. ഏതെങ്കിലും എനി ഓഫ് ദി ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, എയ്തർ 182 ഡേയ്സ് ഓർ മോർ, അതർവൈസ് ഏതായിരിക്കും 60 ഡേയ്സ് ഇൻ ദ പ്രീവിയസ് ഇയർ ആൻഡ് 365 ഡേയ്സ് ഡ്യൂറിംഗ് ദി 4 പ്രിസീഡിംഗ് പ്രീവിയസ് ഇയർ ഓഫ് ദി കറണ്ട് പ്രീവിയസ് ഇയർ. ഇതിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, ദെൻ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ അയാൾ എന്തായിരിക്കും, ഓർഡിനറിലി റെസിഡന്റ് ആയിരിക്കും. എന്തായിരിക്കും, ഓർഡിനറിലി റെസിഡന്റ് ആയിരിക്കും. അതായത് എനി ഓഫ് ദി ബേസിക് കണ്ടീഷൻ, എനി ഓഫ് ദി ബേസിക് കണ്ടീഷൻ ആൻഡ് 2 അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ പേഴ്സൺ എന്തായിട്ട് മാറും, ഓർഡിനറിലി റെസിഡന്റ് ആയിട്ട് മാറും. ദെൻ അയാള് എനി ഓഫ് ദി ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ ഒന്നുകിൽ 1 അല്ലെങ്കിൽ 2, 1 or 2 സാറ്റിസ്ഫൈ ചെയ്യുന്നു, ബട്ട് ഹി ഈസ് നോട്ട് സാറ്റിസ്ഫൈങ് എനി ഓഫ് ദി അഡീഷണൽ കണ്ടീഷൻ. അയാൾ എന്ത് ചെയ്യുന്നില്ല, അഡീഷണൽ കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അയാൾ എന്തായിട്ട് മാറും, നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആയിട്ട് മാറും. അതായത് ബേസിക് കണ്ടീഷൻ ഏതോ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അഡീഷണൽ കണ്ടീഷൻ എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോ അത് ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ ഇയാള് ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഒരു അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് 2 ബേസിക് കണ്ടീഷൻ ഉണ്ട്, അത് രണ്ടും ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുപോലെ 2 അഡീഷണൽ കണ്ടീഷൻ ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ അഡീഷണൽ കണ്ടീഷൻ എന്താണ്, ഇറലവന്റ് ആണ്. അപ്പൊ ബേസിക് കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യാത്ത ആള്, അങ്ങനെ നോക്കിയാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ എന്ത് പറയും, നോൺ റെസിഡന്റ് എന്ന് പറയും. ഓക്കെ, 2 ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അയാളെ നമ്മൾ എന്ത് പറയും, നോൺ റെസിഡന്റ് എന്ന് പറയും. ദെൻ ഈ റൂളിന് ചില കാര്യങ്ങളിൽ എക്സംഷൻസ് വരുന്നുണ്ട്. അതായത് ഒരു സിറ്റിസൺ, ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്നു. അയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്താണ്, മെമ്പർ ഓഫ് ദ ക്രൂ ഓഫ് ആൻ ഇന്ത്യൻ ഷിപ്പിലെ ഒരു ക്രൂ മെമ്പർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇന്ത്യക്ക് പുറത്ത് ജോലിക്ക് വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ, ആ ഷിപ്പിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് 60 ഡേയ്സ് ഓർ മോർ എന്ന് പറയുന്ന കണ്ടീഷൻ അപ്ലിക്കബിൾ അല്ല. 60 ഡേയ്സ് ഓർ മോർ എന്ന് പറയുന്ന ബേസിക് കണ്ടീഷൻ അപ്ലിക്കബിൾ അല്ല. അയാൾക്ക് 182 ഡേയ്സ് ഓർ മോർ എന്ന് പറയുന്ന ബേസിക് കണ്ടീഷൻ മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ. ഇനി വേറൊരു എക്സംഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ഓർ ഇന്ത്യൻ ഒറിജിൻ ആയിട്ട് പുറത്ത് സെറ്റിൽ ആയിട്ടുള്ള ആള്, ഒന്നുകിൽ ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ഹു ഈസ് സെറ്റിൽഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് സെറ്റിൽ ആയിട്ടുള്ള ആളാണ്. അയാൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നു. അപ്പൊ അയാൾക്ക് 15 lakhs ഓർ മോർ ഇൻകം ഇന്ത്യക്ക് അകത്ത് വെച്ച് ഉണ്ടാവുന്നു. അത് ഫോറിൻ ഇൻകം അല്ല, ഇന്ത്യക്ക് അകത്ത് വെച്ചിട്ടാണ്. അതർ ദാൻ ഇൻകം ഫ്രം ഫോറിൻ സോഴ്സിൽ നിന്നുള്ള ഇൻകം അല്ല, ഇന്ത്യക്ക് അകത്തുള്ള ഇൻകം 15 lakhs ഓർ മോർ ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
182 days or more. പിന്നെ ഇയാൾ അത് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ ബി റെസിഡന്റ്. അതർവൈസ് 60 days ഇൻ ദ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് അയാൾക്ക് അപ്ലിക്കബിൾ അല്ല. അയാൾക്ക് 120 days എന്ന് പറയുന്നതാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. 120 days ഇൻ ദ പ്രീവിയസ് ഇയറും 365 days ഇൻ ദി പ്രിസീഡിംഗ് 4 previous year ഓഫ് ദി കറണ്ട് പ്രീവിയസ് ഇയർ. അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. മിസ്റ്റർ ജോൺ, എ ഫോറിൻ പ്ലെയർ കംസ് ടു ഇന്ത്യ സിൻസ് 2010-11 തൊട്ട് ഇയാൾ എന്താണ് എവറി ഇയർ ഇന്ത്യക്കകത്ത് ക്രിക്കറ്റ് കളിക്കാനായിട്ട് വരുന്നുണ്ട്. ആൻഡ് സ്റ്റേസ് ഹിയർ ഫോർ 120 days. എല്ലാ വർഷവും ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? 120 days ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ട് ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, എക്സാം പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രീവിയസ് ഇയർ എഴുതി വെക്കുക. 23-24 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ. ഇതില് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന്. എല്ലാ വർഷവും ഇയാൾ എത്ര ഡേയ്സ് ആണ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുന്നത്? 120 days. സോ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ 182 days or more ആണ്. ഇത് ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇനി അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? 60 days or more. ഇയാൾ 120 days സ്റ്റേ ചെയ്യുന്നില്ലേ? അപ്പൊ ഇയാള് 60 days or more സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ? സെക്കൻഡ് ബേസിക് കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ബേസിക് കണ്ടീഷനിൽ 60 days or more മാത്രമേ നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളൂ. അതിന്റെ കൂടെ നമ്മൾ എന്തുകൂടി ചെക്ക് ചെയ്യണം? 365 days ഓഫ് ദി പ്രിസീഡിംഗ് 4 previous years അതുകൂടി ചെക്ക് ചെയ്യണം. അപ്പൊ ഇതിന്റെ പുറകിലുള്ള 4 preceding previous year എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? അത് 22-23, then 21, 22-23, then 21-22, then 20-21, then 19-20. ഇതാണ് നമ്മുടെ 23-24ന്റെ തൊട്ട് പുറകിൽ കിടക്കുന്ന 4 പ്രീവിയസ് ഇയറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലെല്ലാം ഇയാൾ 120 days വെച്ചിട്ടുണ്ട്. എല്ലാ പ്രീവിയസ് ഇയറിലും 120 days വെച്ച് ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 120കൾ ആഡ് ചെയ്യുമ്പോൾ 480 കിട്ടും അല്ലെ? 480 days. അപ്പോ സെക്കൻഡ് ബേസിക് കണ്ടീഷന്റെ 60 days or more എന്ന് പറയുന്നതും 365 days or more എന്ന് പറയുന്നതും, അതായത് 4 preceding previous yearലെ 365 days or more എന്ന് പറയുന്നത് അല്ലെ? 480 days ഇയാൾ ഇന്ത്യയിൽ ഉണ്ടല്ലോ 4 previous yearലെ. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. therefore he satisfied. ഏതാ ഇയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളത്? സെക്കൻഡ് ബേസിക് കണ്ടീഷൻ ഇയാള് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇയാള് റെസിഡന്റ് ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇയാൾ എന്താണ്? റെസിഡന്റ് ആണ് എന്ന് കണ്ടുപിടിച്ചു. ഇനി ഇയാള് ഓർഡിനറിലി റെസിഡന്റ് ആണോ നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഓർഡിനറിലി ആണോ നോട്ട് ഓർഡിനറിലി ആണോ എന്ന്. അപ്പൊ ഓർഡിനറിലി ആണോ നോട്ട് ഓർഡിനറിലി ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങോട്ട് പോകണം? അഡീഷണൽ കണ്ടീഷൻസിലോട്ട് പോകണം. അഡീഷണൽ കണ്ടീഷൻസ് കൂടി ചെക്ക് ചെയ്യണം. അഡീഷണൽ കണ്ടീഷൻസ് നോക്കുമ്പോൾ ഇയാള് നമ്മുടെ ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ 2 out of 10 preceding previous years, അതായത് 23-24 എന്ന് പറയുന്ന പ്രീവിയസ് ഇയറിന്റെ തൊട്ട് പുറകിൽ കിടക്കുന്ന 10 preceding previous year എടുക്കുമ്പോൾ അതിലെ 2 years ഇയാള് റെസിഡന്റ് ആണോ എന്നുള്ളത്. എല്ലാ വർഷവും ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? 120 days വരുന്നുണ്ട്. അപ്പോ ഏതെങ്കിലും 2 വർഷം ഷുവർ ആയിട്ടും ഇയാൾ എന്താണ്? റെസിഡന്റ് ആണ്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഹി വാസ് നോട്ട് നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ ഫോർ 9 out of 10 preceding previous years എന്നാ പറഞ്ഞിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 10 preceding previous year എടുത്തു കഴിഞ്ഞാൽ അതില് 9 വർഷത്തിൽ അയാൾ എന്തല്ല? നോൺ റെസിഡന്റ് അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് 2 out of 10 years അയാൾ എന്താണ്? റെസിഡന്റ് ആണ് എന്നാണ് അർത്ഥം. ദെൻ ഇയാള് കഴിഞ്ഞ പ്രിസീഡിംഗ് 7 previous year എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിസീഡിംഗ് 7 previous yearsലെ
730 days or more ഉണ്ടായിരുന്നോ എന്നാണ്. അത് ഷുവർ ആയിട്ടുണ്ട്. എല്ലാ വർഷം 120 days വരുന്നുണ്ട്. അപ്പോൾ 7 preceding previous year എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 120 into 7 വന്നിട്ട് 0 4 840 കണ്ടോ, ടോട്ടൽ 840 ഡേയ്സ്, 840 ദിവസം അയാള് 7 preceding previous year ഉണ്ടായിരുന്നു. സോ ഇയാള് 2 അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഹെൻസ് ഹി ഈസ് ഓർഡിനറിലി റെസിഡന്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചെയ്ത് നോക്കുകയാണ്. മിസ്റ്റർ എക്സ് ലെഫ്റ്റ് ഫോർ ജപ്പാൻ ഓൺ 15th March 2021. 15th March 2021 അയാള് ഇന്ത്യയിൽ നിന്ന് ജപ്പാനിലോട്ട് പോയി. ആഫ്റ്റർ സ്റ്റേയിങ് ഇൻ ഇന്ത്യ ഫോർ 15 years. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 15 years അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ്. അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു മീൻസ് അതിന്റെ ഇടയ്ക്ക് വേറെ എങ്ങോട്ടും പോയി എന്ന് പറയുന്നില്ല. ദാറ്റ് മീൻസ് 15 years അയാൾ എന്തായിരിക്കാം, റെസിഡന്റ് ആയിരിക്കാം. ആൻഡ് കെയിം ബാക്ക് ടു ഇന്ത്യ ഓൺ 31st August 2023. അപ്പോ ഇയാള് നമ്മള് 2023 April 1st അത് തുടങ്ങി നമ്മുടെ 2024 March 31st വരേക്കുമാണ് നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് അല്ലെ. March 31st വരേക്കും. ഇയാള് August 31st 2023 തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഓഗസ്റ്റിൽ വന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ഇടയിലാണ്, അതായത് 2023 April 1st to 2024 March 31st എന്ന് പറയുന്ന ആ ഒരു പീരീഡിന്റെ ഇടയിലാണ്, ഈ പ്രീവിയസ് ഇയറിലാണ് ഇയാൾ എന്ത് ചെയ്തിട്ടുള്ളത്, കെയിം ബാക്ക്, തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ എക്സാമിന് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2023 August 31st ഇന്ത്യയിൽ എത്തുന്നു. സോ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ സെപ്റ്റംബറിൽ ഇന്ത്യയിലുണ്ട്, ഒക്ടോബറിൽ ഇന്ത്യയിലുണ്ട്, നവംബറിൽ ഇന്ത്യയിലുണ്ട്, ഡിസംബറിൽ ഇന്ത്യയിലുണ്ട്, പിന്നെ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. നമ്മുടെ പ്രീവിയസ് ഇയറിൽ അയാളപ്പോൾ ഇത്രയും ദിവസം ഇന്ത്യയിലുണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ എത്ര ദിവസം ഉണ്ട്, 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31, ജാനുവരി 31, ഫെബ്രുവരി 2024 ലീപ്പ് ഇയർ ആണ് അല്ലേ, ആ ഫെബ്രുവരിയിൽ 29, പിന്നെ മാർച്ചിൽ 31. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇയാൾ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു, 213 days, അതായത് 213 ദിവസം ഇയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പ്രീവിയസ് ഇയറിൽ 213 ദിവസം ഇയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. നമ്മൾ ആ മന്ത് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് അതിൽ എത്ര ഡേയ്സ് വരുന്നു എന്ന് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ആണിത്. സോ 213 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ആയിട്ടുള്ള 182 days or more എന്ന് പറയുന്ന ബേസിക് കണ്ടീഷൻ ഇയാൾ എന്ത് ചെയ്യുന്നു, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ 2021 അയാൾ ഇന്ത്യ വിട്ടു പോകുന്നത് അല്ലെ, 2021 ഇന്ത്യ വിട്ടു പോകുന്നു, മാർച്ച് അല്ലെ, മാർച്ചിൽ ഇന്ത്യ വിട്ടു പോകുന്നു. എന്നിട്ട് 2023 തിരിച്ചു വരുന്നു. അപ്പൊ അയാൾ ആകെ ഇന്ത്യയിൽ ഇല്ലാതിരുന്നത് 2022 എന്ന് പറയുന്ന ഒരു പ്രീവിയസ് ഇയറിലാണ് ഇന്ത്യയിൽ ഇല്ലാതിരുന്നിട്ടുള്ളത് അല്ലെ. ഇന്ത്യയിൽ ഇല്ലാതിരുന്നിട്ടുള്ളത് 2022 എന്ന് പറയുന്ന ഒരു പ്രീവിയസ് ഇയറിലാണ്. ഈ 2022 അയാൾ ഇന്ത്യയിലില്ല. സോ ബാക്കിയുള്ള എല്ലാ പ്രീവിയസ് ഇയറിലും അയാൾ എന്തുണ്ട്, ഇന്ത്യയിൽ ഉണ്ട്. സോ 2 out of 10 preceding previous yearsല് ഇയാൾ എന്താണ്, റെസിഡന്റ് ആണ്. സോ ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ 7 preceding previous yearല് 730 days or more അയാൾ ഷുവർ ആയിട്ടും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം, ഉണ്ട്. അയാൾ 7 preceding previous year എടുത്തിട്ട് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് അയാൾ 730 days or more ഇന്ത്യയിലുണ്ട്, 729 days or more ഇന്ത്യയിലുണ്ട്. സോ ഹീസ് ഓർഡിനറിലി റെസിഡന്റ്. അയാൾ എന്താണ്, ഓർഡിനറിലി റെസിഡന്റ് ആണ്. ഇനി
വേറൊരു കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു നോൺ റെസിഡന്റിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ജർമ്മൻ നാഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ അപ്പോയിന്റഡ് ഇൻ ഇന്ത്യ ആസ് എ senior scientific officer on 1/4/2020. On 31st January 2021, he goes to Iran on deputation for a period of 3 years. അപ്പൊ ഇയാള് ഇന്ത്യ വിട്ടു പോകുന്നത് എപ്പോഴാ? ജാനുവരി 31st 2021 ഇന്ത്യ വിട്ട് പുറത്തോട്ട് പോയി. ദെൻ പീരീഡ് ഓഫ് 3 ഇയേഴ്സിലാണ് അയാൾ ഇന്ത്യ വിട്ട് പോയത്. അയാള് ഭാര്യനെയും കുട്ടീനെയൊക്കെ ഇന്ത്യക്ക് വിട്ടിട്ട് അയാൾ ഒറ്റയ്ക്കാണ് ഇറാനിലോട്ട് പോയത്. ഓൺ May 1st 2022 he comes to India and takes with him his family on June 30 2022. അതായത് അയാൾ എന്ത് ചെയ്യുന്നു? മെയ് 1 വീണ്ടും തിരിച്ച് ഇന്ത്യയിലോട്ട് വരുന്നു. അയാൾ മെയ് 1 വീണ്ടും തിരിച്ച് ഇന്ത്യയിലോട്ട് വരുന്നു. ദെൻ 2022 മെയ് 1 അയാൾ തിരിച്ച് ഇന്ത്യയിലോട്ട് വന്ന് ഭാര്യനെ മക്കളെ തിരിച്ച് കൊണ്ടുപോകുന്നു. തിരിച്ചു കൊണ്ടുപോകുന്ന എപ്പോഴാ? വീണ്ടും തിരിച്ചു പോയത് എപ്പോഴാ? 2022 ജൂൺ 30 വീണ്ടും അയാൾ എന്ത് ചെയ്തു? തിരിച്ച് പോയി. Then he returns to India and joins his original job on 2nd February 2024. 2024 ഫെബ്രുവരി 2 അപ്പോൾ വീണ്ടും തിരിച്ചു വന്നു. ഇനി ഇയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ഭാര്യ, കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യുന്ന ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനെപ്പറ്റി ഒന്നും ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്രയും നോക്കണ്ടുള്ളൂ. ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ 23-24. ഇതിലെ ഫെബ്രുവരിയിലാണ് അയാൾ നാട്ടിലോട്ട് വരുന്നത്. ഫെബ്രുവരി 2 വന്നത്. അപ്പോൾ 27 ഡേയ്സ് ഫെബ്രുവരിയിൽ ഉണ്ടായിരിക്കും, 31 ഡേയ്സ് മാർച്ചിൽ ഉണ്ടായിരിക്കും. ഇതോടെ ഇയർ എൻഡ് ആയി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 858. അപ്പോൾ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ 182 ഡേയ്സ് ഓർ മോർ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ 60 ഡേയ്സ് ഓർ മോർ ഇൻ ദ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. 58 ഡേയ്സേ ഉള്ളൂ അല്ലെ. Therefore, he is a non-resident. He was non-resident in India. അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഡേയ്സ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഇതില് മിസ്റ്റർ എക്സ് ഹു ഈസ് എ ഫോറിനർ. മിസ്റ്റർ എക്സ് ആരാണ്? ഒരു ഫോറിനർ ആണ്. കംസ് ടു ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം ഓൺ 15th June 2018. ഫസ്റ്റ് ടൈം എപ്പോഴാണ് വരുന്നത്? 2018 വരുന്നത്. During the financial years 18-19, 19-20, 20-21, 21-22, 22-23 ആൻഡ് 23-24 ഇത്രയും പ്രീവിയസ് ഇയറിൽ അയാൾ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേ ചെയ്ത ഡേയ്സിന്റെ കണക്കാണ് അവിടെ തന്നിട്ടുള്ളത് അല്ലെ. 120 days, 115 days, 15 days, 191 days, 54 days, 80 days ഇങ്ങനെയൊക്കെ ഇയാൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇയാളത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോ ഇയർ എഴുതി നോക്കാം. 23-24 കണ്ടോ 80 ഡേയ്സ്, 22-23 54 ഡേയ്സ്, ഇങ്ങനെ ഓരോ ഇയറിന്റെ നമുക്ക് എഴുതി നോക്കാം. ഓരോ ഇയറിന്റെ നമ്മൾ എഴുതി. 17-18 അയാള് ഇന്ത്യയിൽ ഇല്ല. ഓക്കെ. സോ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ 182 ഡേയ്സ് ഓർ മോർ എന്ന് പറയുന്നത് ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? അതായത് പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടോ? ഇല്ല. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഇയാൾ എന്ത് ചെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി നമുക്ക് സെക്കൻഡ് ബേസിക് കണ്ടീഷനിലോട്ട് പോവാം. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ അതേതാണ്? പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഓർ മോർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രീവിയസ് ഇയറിൽ ഇയാളെ 80 ഡേയ്സ് ഇന്ത്യക്കകത്തുണ്ട്. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്തു. പ്ലസ് അതിന്റെ കൂടെ ഒരു കാര്യം കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. എന്ത്? ഫോർ പ്രിസീഡിങ് പ്രീവിയസ് ഇയറിൽ അയാള് 365 ഡേയ്സ് ഓർ മോർ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് നമ്മുടെ റെലവന്റ് പ്രീവിയസ് ഇയറിന്റെ തൊട്ട് പുറകിൽ കിടക്കുന്ന ഫോർ പ്രിസീഡിങ് പ്രീവിയസ് ഇയറിൽ
365 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5, 5, 10, 15, അതിന്റെ 5 ബാലൻസ് 1 ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു 6, 8, 7, 8, that means 17, 375. അപ്പൊ കണ്ടോ, ഈ 4 preceding previous ഇയറിൽ ഇയാള് 375 ഡേയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ ഈ സാറ്റിസ്ഫൈങ് ദി സെക്കൻഡ് ബേസിക് കണ്ടീഷൻ. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ എന്ത് ചെയ്യുന്നു, ഇയാള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇയാൾ എന്താണ്, റെസിഡന്റ് ആണ് എന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഇയാൾ എന്താണ്, റെസിഡന്റ് ആണ്. റെസിഡന്റ് ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇയാള് ഓർഡിനറിലി റെസിഡന്റ് ആണോ നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണോ എന്നുള്ളത്. അപ്പോ ഓർഡിനറിലി റെസിഡന്റ് ആണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകണം, അഡീഷണൽ കണ്ടീഷനിലോട്ട് പോകണം. അഡീഷണൽ കണ്ടീഷനിൽ 2 ഔട്ട് ഓഫ് 10 പ്രീസീഡിങ് പ്രീവിയസ് ഇയറിൽ ഇയാള് റെസിഡന്റ് ആയിരുന്നു എന്നുള്ളത്. അപ്പോ നമ്മുടെ ഈ പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ ഇയാള് റെസിഡന്റ് അല്ല, ഈ പ്രീവിയസ് ഇയറിൽ റെസിഡന്റ് ആണ്, ഈ പ്രീവിയസ് ഇയറിൽ റെസിഡന്റ് അല്ല, ഈ പ്രീവിയസ് ഇയറിൽ ഇയാള് റെസിഡന്റ് അല്ല, ഈ പ്രീവിയസ് ഇയറിൽ ഇയാള് റെസിഡന്റ് ആണോ, 120 ഡേയ്സ് ആണ് വന്നു നിന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ മുന്നിലുള്ള വർഷങ്ങളിലൊന്നും ഇയാൾ എന്തല്ല, റെസിഡന്റ് അല്ല. 2017-18 ഇയാള് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ദെൻ നമുക്ക് അതിലൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ, 2 അഡീഷണൽ കണ്ടീഷൻ ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ സെക്കൻഡ് അഡീഷണൽ കണ്ടീഷനിലോട്ട് പോകണം. നമ്മൾ ത്രൂ ഔട്ട് ദി ഇയർ ഇയാൾ റെസിഡന്റ് ആണോ ചെക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ വി ക്യാൻ ഗോ ടു ദ സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടുന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. 7 പ്രീസീഡിങ് പ്രീവിയസ് ഇയർ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇതിന്റെ പുറകിലുള്ള ഇയേഴ്സ്, ഇയാളെ 7 ഇയേഴ്സ് ഇല്ല, 1, 2, 3, 4, 5, പിന്നെ 6 ഇയേഴ്സ് ഇയാള് പ്രീസീഡിങ് പ്രീവിയസ് ഇയറിൽ സ്റ്റേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 730 ഡേയ്സ് ഓർ മോർ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 4, 5, 10, 15, then 6, 15, 16, 17, 19, balance 1, 2, 3, 4, 495 ഡേയ്സ് ഇയാൾ എന്തുള്ളൂ, ഇന്ത്യക്കകത്തുള്ളൂ. അപ്പോൾ ഈ സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ ഇയാൾ എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷനും ഒബ്വിയസ്ലി ഇയാള് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കാരണം ഇത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഇയേഴ്സ് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാതെ നേരിട്ട് സെക്കൻഡ് അഡീഷണൽ കണ്ടീഷനിലോട്ട് പോയത്. ദെർഫോർ അയാൾ റെസിഡന്റ് ആണ്, പക്ഷെ അയാൾ എന്തല്ല, അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കേസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പോ ഇനി ഈ സിവിനിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം. താങ്ക് യു.